ഈ ക്ലാസ്സിൽ നമ്മൾ പ്ലാൻ കിങ്ഡത്തിന്റെ രണ്ടാമത്തെ സെഷനാണ് പഠിക്കുന്നത്. ഫസ്റ്റ് സെഷനിൽ നമ്മൾ പ്ലാൻ കിങ്ഡത്തിലെ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ അതിന്റെ ഡിവിഷൻസും ആൽഗയിലും പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷനും പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ താലോഫൈറ്റിന്റെ ക്ലാസിഫിക്കേഷൻ, ക്ലോറോഫൈസിയ, ഫിയോഫൈസിയ, റോഡോഫൈസിയ, ഇത് മൂന്നുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വി വിൽ സി ക്ലോറോഫൈസിയ. ക്ലോറോഫൈസിയ എന്ന് പറയുന്ന മെമ്പേഴ്സിന് നമ്മൾ കോമൺലി പറയുന്ന ഗ്രീൻ ആൽഗെ എന്നാണ്. ഓക്കെ, ഈ ഗ്രീൻ ആൽഗയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ മോസ്റ്റ് അബൻഡന്റ് ആൽഗെ, ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ആൽഗൽ ഗ്രൂപ്പ് ക്ലോറോഫൈസിയ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗയാണ്. അതിന്റെ ബോഡി വന്നിട്ട് യൂണിസെല്ലുലാർ ആയിരിക്കാം. കൊളോണിയൽ ടൈപ്പ് ഓഫ് ക്ലോറോഫൈസിയ ഉണ്ട്, അതേപോലെ തന്നെ ഫിലമെന്റസ് ടൈപ്പ് ഓഫ് ക്ലോറോഫൈസിയ ഉണ്ട്. ഈ യൂണിസെല്ലുലാർ ആൽഗെ എന്ന് പറയുന്നത് RH വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ്. പക്ഷേ യൂണിസെല്ലുലാർ ഗ്രീൻ ആൽഗെ ഉണ്ട്. എക്സാമ്പിൾ ക്ലോറെല്ല, ക്ലാമിഡോമോണാസ്, അതേപോലെ സ്പൈറുലിന, ഇതൊക്കെ യൂണിസെല്ലുലാർ ക്ലോറോഫൈസിയയിൽ വരുന്നതാണ്. അതായത് യൂണിസെല്ലുലാർ ഗ്രീൻ ആൽഗയിൽ വരുന്നതാണ്. ശരിക്കും അത് പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിൽ വരും. നമ്മുടെ RH വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അത് കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ്, അല്ലെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഇത് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരേണ്ട ഓർഗാനിസം ആണ് കേട്ടോ. അതേപോലെ കൊളോണിയൽ ഓർഗാനിസംസ് ഉണ്ട്. ഒരു കോളനി ആയിട്ട് നമുക്ക് ഈ ക്ലോറോഫൈസിയനെ കാണാൻ കഴിയും. അതുപോലെ ഫിലമെന്റസ് ഫോമിൽ നമുക്ക് ക്ലോറോഫൈസിയ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗേനെ കാണാൻ പറ്റും. ഇത് ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ ഉണ്ടാവാനുള്ള കാരണം അവർക്ക് ഗ്രാസ് ഗ്രീൻ പിഗ്മെന്റ് ആണ് ഉള്ളത്. ഓക്കെ, അതായത് ആ ഗ്രാസ് ഗ്രീൻ പിഗ്മെന്റ് എന്ന് പറയുന്ന ഗ്രാസിലൊക്കെ കാണുന്ന, സാധാരണ പ്ലാന്റ്സിലൊക്കെ കാണുന്ന പിഗ്മെന്റ്സ് ആണ് ഇവരിലും കാണുന്നത്. അതായത് ക്ലോറോഫിൽ എയും ബിയും ആണ് ഈ പറയുന്ന ക്ലോറോഫൈസിയയുടെ മേജർ പിഗ്മെന്റ് എന്ന് പറയുന്നത്. ക്ലോറോഫൈസിയയുടെ മേജർ പിഗ്മെന്റ് അത് ഗ്രാസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സിൽ, സാധാരണ വലിയ വലിയ പ്ലാന്റ്സിലൊക്കെ കാണുന്ന പോലെ തന്നെ ക്ലോറോഫിൽ എയും ബിയും ആണ് അതിൻ്റെ അകത്തെ ഫോട്ടോ പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഗ്രാസ് ഗ്രീൻ കളറിലായിരിക്കും ഇരിക്കുന്നത്. ഈ പിഗ്മെന്റ്സ് ലോക്കലൈസ് ചെയ്യുന്നത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ്. നമുക്കറിയാം ഒരു യൂക്കാരിയോട്ടിക് സെല്ലാണ് അല്ലെ. ഈ യൂക്കാരിയോട്ടിക് സെൽ അല്ലെങ്കിൽ യൂക്കാരിയോട്ടിക് ഓർഗാനിസം ആണ്. ഈ യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിൽ എല്ലാ സെൽ ഓർഗനൽസും ഉണ്ട്. പ്ലാന്റ്സിന്റെ കേസിൽ പ്ലാസ്റ്റിഡ് ഈസ് എ സെൽ ഓർഗനൽ. അതിന്റെ പ്ലാസ്റ്റിഡിന്റെ ഒരു ടൈപ്പ് പ്ലാസ്റ്റിഡ് ആണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നില്ലേ ക്ലോറോപ്ലാസ്റ്റ്, പ്ലാസ്റ്റിഡ്, ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്, ല്യൂക്കോപ്ലാസ്റ്റ് ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്, ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ഇരിക്കുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റ് പല ഷേപ്പിൽ കാണും ക്ലോറോഫൈസിയല്. ചിലപ്പോൾ ഡിസ്കോയിഡ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും, ചിലപ്പോൾ റെറ്റിക്കുലേറ്റ് സ്ട്രക്ചർ ആയിരിക്കും, ചിലപ്പോൾ കപ്പ് ഷേപ്ഡ് ആയിരിക്കും, സ്പൈറൽ അല്ലെങ്കിൽ റിബൺ ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന് പല ഡിഫറെന്റ് ഷേപ്സ് ഉണ്ടാവും ഡിഫറെന്റ് സ്പീഷീസിൽ. അപ്പൊ ഡിഫറെന്റ് സ്പീഷീസിൽ ഡിസ്കോയിഡ്, പ്ലേറ്റ് ലൈക്ക്, റെറ്റിക്കുലേറ്റ്, കപ്പ് ഷേപ്ഡ്, സ്പൈറൽ ഓർ റിബൺ ഷേപ്ഡ്, ഇതെല്ലാം ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓർത്തിരുന്നോളാം കേട്ടോ. ഇനി അവരുടെ സ്റ്റോറേജ് ബോഡി എന്ന് പറയുന്ന, അവർ ഫുഡ് പ്രിപ്പയർ ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് ബോഡി എന്ന് പറയുന്ന പൈറിനോയിഡ് ആണ്. ഈ പൈറിനോയിഡ് ലൊക്കേറ്റ് ചെയ്യുന്ന ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ്. പൈറിനോയിഡിലെ മേജർ കണ്ടന്റ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ്. അതിനകത്ത് സ്റ്റാർച്ചിനെ കൂടാതെ പ്രോട്ടീനും ഉണ്ട്. ഓക്കെ, പൈറിനോയിഡ് കണ്ടെയ്ൻ പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച്. സ്റ്റാർച്ചിനെ കൂടാതെ പ്രോട്ടീനും ഉണ്ട്. ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ ഉള്ളിലും സ്റ്റാർച്ച് പുറത്തുമായിട്ടാണ്. അതായത് പ്രോട്ടീനേഷ്യസ് കോർ ആൻഡ് സ്റ്റാർച്ച് ഷീത്ത് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. പ്രോട്ടീനേഷ്യസ് കോർ ആൻഡ് സ്റ്റാർച്ച് ഷീത്ത് ഓർത്തിരിക്കണം കേട്ടോ. പ്രോട്ടീനേഷ്യസ് സ്റ്റാർച്ച് പുറത്തായിട്ടായിരിക്കും കാണാം. ഓക്കെ, ഇനി ചില ആൽഗയിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടും സ്റ്റോർ ചെയ്യാറുണ്ട്. ഓക്കെ, ഈ ഗ്രീൻ ആൽഗയ്ക്ക് ഒരു റിജിഡ് സെൽ വോൾ ഉണ്ട്. അതിന്റെ ഇന്നർ ലെയർ സെല്ലുലോസ് കൊണ്ടും ഔട്ടർ ലെയർ പെക്ടോസ് കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയൊക്കെയാന്ന് നോക്കാം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ സാധാരണ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. അതായത് അതിന്റെ ഫിലമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ താലസ് ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ഫ്രാഗ്മെന്റും കംപ്ലീറ്റ് ഓർഗാനിസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർട്സ് വഴിയാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഫ്ലാജല്ലേറ്റഡ് സൂ സ്പോർട്സ് വഴിയാണ്. സൂസ്പൊറാഞ്ചിയ എന്ന സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന
പറയുന്ന സ്പോർസ് ഉണ്ടാകുന്നത്, സൂ സ്പോർസ് ഉണ്ടാകുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ, പല ഓർഗാനിസത്തിൽ പലതരത്തിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഈ ഗ്രൂപ്പ് കാണിക്കുന്നത്. അതായത് ചില ഓർഗാനിസം ഐസോഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കും, ചില ഓർഗാനിസം അനൈസോഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കും, ചിലത് ഊഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും കാണിക്കുക. ഇനി ചില ഗ്രീൻ ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ് ക്ലാമിഡോമോണാസ്, വോൾവോക്സ്, യുളോത്രിക്സ്, സ്പൈറോഗൈറ, ചാറ. ഇത് ക്ലോറോഫൈസിയുടെ കുറെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ക്ലാമിഡോമോണാസ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആണ്. ക്ലാമിഡോമോണാസ് എന്ന് പറയുന്നത് എന്താണ്? യൂണിസെല്ലുലാർ ആൽഗയാണ്. ഈ യൂണിസെല്ലുലാർ ആൽഗ എവിടെ വരുന്ന പറഞ്ഞേ? പ്രോട്ടിസ്റ്റയിൽ വരുന്ന പറഞ്ഞേ. പക്ഷെ നമ്മൾ ഈ ആൽഗയെ പറയുമ്പോൾ ഇത് നമുക്ക് വിട്ട് കളയാനിട്ട് പറ്റുകയില്ല. കാരണം എന്താ? ആൽഗയുടെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും കാണിക്കുന്നുണ്ട്. ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, അത് സിംഗിൾ സെല്ലാണ് അതിന്റെ ബോഡി എന്നുള്ള ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിലും ഈ ക്ലാമിഡോമോണാസിനെ പറയുമെങ്കിലും ഇത് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ക്ലാമിഡോമോണാസ് ഏത് ഗ്രൂപ്പിൽ വരുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായും പ്രോട്ടിസ്റ്റ എന്നേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഇനി വോൾവോക്സ്. വോൾവോക്സ് എന്ന് പറയുന്ന ഒരു കോളനി ഫോമിൽ കാണുന്ന ആൽഗയാണ്. ഈ കോളനി ഫോമിൽ കാണുന്ന ആൽഗയിൽ ഓരോ സെല്ലും ബൈഫ്ലാജല്ലേറ്റഡ് ആണ് കേട്ടോ. ഓരോ സെല്ലിലും രണ്ട് ഫ്ലാജല്ലുണ്ട്. ഇതേപോലത്തെ ഒരു വലിയ കോളനി ആയിരിക്കും എന്ത്? വോൾവോക്സ് എന്ന് പറയുന്നത്. ഈ വോൾവോക്സിന്റെ ഈ വലിയ കോളനിക്ക് നമ്മൾ സീനോബിയം എന്നും പറയും. ദ കോളനി ഓഫ് വോൾവോക്സ് ഈസ് കോൾഡ് ആസ് സീനോബിയം, COENOBIUM എന്ന് പറഞ്ഞാൽ എപ്പോഴും വോൾവോക്സ് ഒരു കോളനി ഉണ്ടാക്കുന്ന ഫിക്സഡ് നമ്പർ ഓഫ് സെൽസ് കൊണ്ടായിരിക്കും. അതിനകത്ത് സെല്ലിന്റെ നമ്പർ എപ്പോഴും ഒരേ നമ്പർ തന്നെയായിരിക്കും ഏതൊരു വോൾവോക്സിന്റെ കോളനി എടുത്താലും കേട്ടോ. ഇനി യുളോത്രിക്സ് എന്ന് പറയുന്ന ഒരു ഫിലമെന്റസ് ഗ്രീൻ ആൽഗയാണ്. സ്പൈറോഗൈറയും ഒരു ഫിലമെന്റസ് ഗ്രീൻ ആൽഗയാണ്. ചാര എന്ന് പറയുന്ന ആൽഗയുടെ സ്ട്രക്ചർ വന്നിട്ട് ഇതേപോലെ ഇങ്ങനെയൊരു സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇതിന് മൾട്ടി സെല്ലുലാർ സെക്സ് ഓർഗന ഉണ്ടാവുക. അതായത് ഇവിടെ ഊഗോണിയും ഇവിടെ ആന്തറീഡിയും ആയിരിക്കും ഉണ്ടാവുക. ഇത് ഊഗോണിയായിരിക്കും. അതിന്റെ ഊഗോണിയം എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് കേട്ടോ. ആന്തറീഡിയം എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. ആന്തറീഡിയം. ഓക്കെ. അപ്പോൾ ഊഗോണിയം മേലെയായിട്ടായിരിക്കും കാണുക, ആന്തറീഡിയം താഴെയായിട്ടായിരിക്കും കാണുക. അപ്പൊ ഇത് ഓർത്തിരുന്നോളണം. ചാരയില് മൾട്ടി സെല്ലുലാർ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിരിക്കും കാണുക. ബാക്കി എല്ലാ ഓർഗാനിസത്തിനും യൂണിസെല്ലുലാർ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിരിക്കും കാണുക. അതിന്റെ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് സിംഗിൾ സെല്ലായിരിക്കും അതിന്റെ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ക്ലോറോഫൈസി ഒന്ന് വായിച്ചു നോക്കാം. ദ മെമ്പേഴ്സ് ഓഫ് ക്ലോറോഫൈസി ആർ കോമൺലി കോൾഡ് ഗ്രീൻ ആൽഗെ. ദ പ്ലാന്റ് ബോഡി മേ ബി യൂണിസെല്ലുലാർ, കൊളോണിയൽ or filamentous. They are usually grass green due to dominance of pigments chlorophyll A and B. The pigments are localized in definite chloroplast. The chloroplast may be discoid, plate-like, reticulate, cup-shaped, spiral or ribbon-shaped in different species. Most of the members have one or more storage bodies called pyrenoid located in the chloroplast. Pyrenoid contain protein besides starch. It has proteinaceous core and starch sheath. Okay. Some algae may store food in the form of oil droplets. Green algae usually have a rigid cell wall made of an inner layer of cellulose and an outer layer of pectose. Vegetative reproduction usually takes place by fragmentation or by formation of different types of spores. Asexual reproduction is by flagellated zoospores produced in zoosporangia. The sexual reproduction shows considerable variation in the type and formation of sex cells, and it may be isogamous, anisogamous or oogamous. Some commonly found green algae are Chlamydomonas, Volvox, Ulothrix, Spirogyra and Chara. ഇവിടെ നോക്കിയേ, ഈ ക്ലോറോഫൈസിയയുടെ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വോൾവോക്സ് കണ്ട, ഇത് കോളനി, പാരന്റൽ കോളനി, അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഉണ്ടാവുന്ന ഡോട്ടർ കോളനീസ്. ഇതാ ഇവിടുന്ന് ഡോട്ടർ കോളനീസ് സെപ്പറേറ്റ് ആയി പോകുന്നതാണ്. ഇതിനകത്ത് ഫിക്സഡ് നമ്പർ ഓഫ് സെൽസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിന്റെ ഓരോ സെല്ലിനും ബൈഫ്ലാജലേറ്റഡ് സെൽസ് ആണ് കൊണ്ടാണ് ഈ കോളനി ഉണ്ടായിട്ടുള്ളത്. ഓരോ സെല്ലും ബൈഫ്ലാജലേറ്റഡ് ആയിരിക്കും ഈ പറയുന്ന വോൾവോക്സിൽ. അതേപോലെ വേറൊരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് ഇത് യുളോത്രിക്സിന്റെ ഡയഗ്രാണ് കേട്ടോ. യുളോത്രിക്സ് ഒരു ഫിലമെന്റഡ് ടൈപ്പ് ഓഫ് ആൽഗയാണ്. അപ്പൊ ക്ലോറോഫൈസിയയിൽ 2 ഡയഗ്രംസ്, ഈ ഡയഗ്രംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഡയഗ്രം കൊടുത്തിട്ട് ഇത് ഏത് ഓർഗാനിസം ആണെന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ.
ആൽഗെ അല്ലെങ്കിൽ താലോഫൈറ്റയിലെ സെക്കൻഡ് ക്ലാസ് ആണ് ഫിയോഫൈസിയെ എന്ന് പറയുന്നത്. ഫിയോഫൈസിയെ മെമ്പേഴ്സിന് നമുക്ക് ബ്രൗൺ ആൽഗെ എന്നും പറയാം. അത് മറൈൻ ഹാബിറ്റാറ്റിലാണ് സാധാരണയായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇതിനെ സീവീഡ്സ് എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിനെ സീവീഡ്സ് എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സീവീഡ്സ് എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്, ഇത് മറൈൻ ഹാബിറ്റാറ്റിൽ കാണുന്നതുകൊണ്ട്. അതേപോലെ ഇത് സിമ്പിൾ ബ്രാഞ്ച്ഡ് ഫോം മുതൽ ഫിലമെന്റസ് ഫോം മുതൽ പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ഫോംസ് വരെ ഉള്ള ഓർഗാനിസംസ് കാണാറുണ്ട്. അതായത് വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസും അതേപോലെ ഫിലമെന്റസ് ഫോമിൽ കുറച്ചും കൂടി കോംപ്ലക്സിറ്റി കൂടിയ എക്ടോകാർപ്പസ് പോലത്തെ ഓർഗാനിസംസും, എക്ടോകാർപ്പസ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അതേപോലെ പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ഫോംസ് വല്ലാതെ ബ്രാഞ്ച്ഡ് ഫോമിലായിട്ട് വളരെ വലുതായിട്ട് 100 മീറ്ററോളം വലിപ്പത്തിൽ വളരുന്ന ഓർഗാനിസംസും കാണാറുണ്ട്. അതാണ് കെൽപ്പ് എന്ന് പറയുന്നത്. അത്രയും വലിപ്പത്തിൽ വളരുന്ന ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ അത്രയും വലിപ്പത്തിൽ വളരുന്ന മറൈൻ ആൽഗേനെ, മറൈൻ ഫിയോഫൈസിയനെ നമ്മൾ പറയുന്നതാണ് കെൽപ്പ്. ഈ കെൽപ്പിനൊരു എക്സാമ്പിൾ ആണ് ലാമിനേരിയ എന്ന് പറയുന്നത്. ലാമിനേരിയ ഈസ് എ is a type of kelp, laminaria, LAMINARIA. ഈ ലാമിനേരിയ ഒരു റിച്ച് അയോഡിൻ സോഴ്സ് ആണ്. റിച്ച് അയോഡിൻ സോഴ്സ് ആണ് ലാമിനേരിയ എന്ന് പറയുന്നത്. ലാമിനേരിയ എന്ന് പറയുന്ന ഒരു റിച്ച് അയോഡിൻ സോഴ്സ് ആണ്. ഓക്കെ, ഇനി ഈ തരത്തിലുള്ള ഓർഗാനിസംസ് 100 മീറ്റേഴ്സ് വരെയൊക്കെ വളരുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഫിയോഫൈസി എന്ന് പറയുന്ന ബ്രൗൺ ആൽഗയാണ്. പ്രൈമറിലി അത് മറൈൻ ഹാബിറ്റാറ്റിൽ കാണുന്നതുകൊണ്ട് അതിനെ സീവീഡ്സ് എന്ന് പറയും. അത് ഒരുപാട് വേരിയേഷൻസ് അതിന്റെ സൈസിലും ഫോമിലും കാണിക്കുന്നുണ്ട്. ചെറിയ ഫിലമെന്റസ് ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, അതുപോലെ ഫിലമെന്റസ് ഫോം ഉണ്ട്, അതുപോലെ പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ഫോം ഉണ്ട്. അപ്പോൾ അതിന് ഓരോന്നിനും എക്സാമ്പിൾ, ഫിലമെന്റസ് ഫോമിന് എക്സാമ്പിൾ ആണ് എക്ടോകാർപ്പസ് എന്ന് പറയുന്ന. പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ഫോം ആണ് കെൽപ്പ്. കെൽപ്പിനൊരു എക്സാമ്പിൾ ആണ് ലാമിനേരിയ. ലാമിനേരിയ നല്ലൊരു അയോഡിൻ സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ഈ അയോഡിൻ ഡെഫിഷ്യൻസി ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫുഡും കൂടിയാണ് ഇത് കേട്ടോ. കാരണം ലാമിനേരിയ, സർഗാസം, പോർഫൈറ, ദീസ് ഓൾ ആർ ഫുഡ് സോഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി ഇതിന്റെ പിഗ്മെന്റ്സ് എന്ന് പറയുന്ന ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ക്ലോറോഫിൽ, എ, സി, കെരോട്ടിനോയിഡ് ആൻഡ് സാന്തോഫിൽ പിഗ്മെന്റ്സ് ആണ്. എ, സി, കെരോട്ടിനോയിഡ് ആൻഡ് സാന്തോഫിൽ പിഗ്മെന്റ്സ് ആണ്. അതിന്റെ കളറ് ഇറ്റ് വേരി ഫ്രം ഒലീവ് ഗ്രീൻ ടു വേരിയസ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ. ഒലിവ് ഗ്രീൻ മുതൽ വേരിയസ് ഷെയ്ഡ് ഓഫ് ബ്രൗൺ കളർ ഇത് കാണിക്കും ബിക്കോസ് ഓഫ് ദ സാന്തോഫിൽ പിഗ്മെന്റ്. ഈ സാന്തോഫിൽ പിഗ്മെന്റ് കൊണ്ടാണ് ഇതിന് വേരിയസ് ഷെയ്ഡ് ഓഫ് ബ്രൗൺ കളർ വരാനുള്ള കാരണം കേട്ടോ. അതേപോലെ ഫ്യൂക്കോസാന്തിൻ പ്രസന്റ് ഇൻ ദം. ഫ്യൂക്കോസാന്തിൻ ആണ് അവിടെ സാന്തോഫിൽ എന്ന ഫോമിൽ കാണുന്നത്. സാന്തോഫിൽ എന്ന് പറയുന്നത് അവിടെ ഫ്യൂക്കോസാന്തിൻ ആണ് കേട്ടോ. അതാണ് ഒലിവ് ഗ്രീൻ കളർ മുതൽ ബ്രൗൺ കളറിന്റെ ആ ഷെയ്ഡ് വരെ കാണിക്കാൻ. അതിന്റെ കൂടുതൽ അനുസരിച്ച് അത് ബ്രൗൺ കളർ കൂടി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഫുഡ് അത് മേജർലി സ്റ്റോർ ചെയ്യുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അത് ലാമിനാരിൻ അല്ലെങ്കിൽ മാനിറ്റോൾ ഫോമിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. അതിന്റെ വെജിറ്റേറ്റീവ് സെൽസ് സെല്ലുലോസിക് സെൽ വോളും അതിനെ കവർ ചെയ്തിട്ട് ആൾജിൻ എന്നൊരു ജെലാറ്റിനസ് കവറിംഗും ആണ് ഉള്ളത്. വെജിറ്റേറ്റീവ് സെൽ ഹാവ് എ സെല്ലുലോസിക് വോൾ യൂഷ്വലി കവേർഡ് ഓൺ ദ ഔട്ട്സൈഡ് ബൈ എ ജെലാറ്റിനസ് കോട്ടിംഗ് ആൾജിൻ. ഈ ആൾജിൻ ആണ് ഹൈഡ്രോകൊളോയിഡൽ കപ്പാസിറ്റി ഉണ്ടെന്നും അത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ലിവിംഗ് ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ടിഷ്യൂസിന്റെ ഒക്കെ ഫ്ലഷി ആയിട്ടിരിക്കേണ്ട ലിവിംഗ് സാമ്പിള് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിന് വേണ്ടി ഈ പറയുന്ന ആൾജിൻ, ഹൈഡ്രോകൊളോയിഡൽ ആയിട്ടുള്ള ആൾജിൻ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതിന്റെ പ്രോട്ടോപ്ലാസ്റ്റില് പ്ലാസ്റ്റിഡിനെ കൂടാതെ സെൻട്രലി ഒരു വാക്യൂളും അതേപോലെ ഒരു ന്യൂക്ലിയസും കാണും. ഓക്കെ, പ്ലാന്റ് ബോഡി സാധാരണ ഒരു സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് കാണുക. അത് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെ ഹോൾഡ് ഫാസ്റ്റ് എന്നും, അതുപോലെ അതിനൊരു സ്റ്റോക്ക് ഉണ്ട്, ആ സ്റ്റോക്കിനെ നമ്മൾ സ്റ്റൈപ്പ് എന്നും, അതുപോലെ ലീഫ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട് ഫോട്ടോസിന്തറ്റിക് ഓർഗൻ ആയിട്ട്, അതിന് നമ്മൾ ഫ്രോണ്ട് എന്നുമാണ് പറയാ. ഞാൻ അതിന്റെ ഒരു ഡയഗ്രാം കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. See here, ഇത് കണ്ടോ, ഇതാണ് അതിന്റെ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് അതിന്റെ സ്റ്റൈപ്പ് ആണ്, ഇത് അതിന്റെ ഫ്രോണ്ട് ആണ്. ഹോൾഡ് ഫാസ്റ്റ് കണ്ടോ, സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്ത്. സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇപ്പൊ അത് എന്തുമയാണോ താങ്ങി നിൽക്കുന്നത് അതിനെയാണ് അതിന്റെ സബ്സ്ട്രേറ്റം എന്ന് പറയുന്നത്. എന്തിലാണോ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് അതിനെ അതിന്റെ സബ്സ്ട്രേറ്റ് എന്ന് പറയാം. സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേര് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റെമ്മ് പോലത്തെ ഒരു സ്ട്രക്ചർ, അതുമ്മയാണ് ഈ ഫ്രോണ്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഫ്രോണ്ട് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തറ്റിക് പാർട്ടാണ്, അവിടെയാണ് ലീഫ് പോലത്തെ സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി
വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. അതേപോലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മോസ്റ്റ് ഓഫ് ദ ബ്രൗൺ ആൽഗയിൽ നടക്കുന്ന ബൈഫ്ലാജലേറ്റ് സൂസ്പോഴ്സ് വഴിയാണ്. നമ്മുടെ ക്ലോറോഫൈസിയയിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ സൂസ്പോഴ്സിന് പിയർ ഷേപ്പും അതുപോലെ തന്നെ 2 അൺഈക്വൽ ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലാജല്ലേ ആയിരിക്കും ഉണ്ടാവുക. 2 അൺഈക്വൽ ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലാജല്ലയും പിയർ ഷേപ്പും ഉള്ള സൂസ്പോഴ്സ് ആണ് ഇതിന്റെ അസെക്ഷൽ സ്പോഴ്സ് എന്ന് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഒന്നുപോലെ ഐസോഗ്യാമസ് ടൈപ്പോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആവാം, അല്ലെങ്കിൽ അനൈസോഗ്യാമസ് ടൈപ്പോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആവാം, അല്ലെങ്കിൽ ഊഗ്യാമസ് ടൈപ്പോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആവാം നടക്കുന്നത്. ഇതിന്റെ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്യുന്ന ഒന്നുപോലെ വാട്ടറിന്റെ ഉള്ളിൽ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഊഗോണിയത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടായിരിക്കാം. ഊഗോണിയത്തിന്റെ ഉള്ളിൽ വെച്ച് ഫ്യൂഷൻ നടക്കുന്ന ഊഗ്യാമസ് സ്പീഷീസിലാണ് കേട്ടോ. ഊഗ്യാമസ് സ്പീഷീസിലാണ് ഊഗോണിയത്തിന്റെ ഉള്ളിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതിന്റെ ഗ്യാമീറ്റ് വന്നിട്ട് പിയർ ഷേപ്പ് അല്ലെങ്കിൽ പൈറിഫോം ഷേപ്പ് ഉള്ളതാണ്. പൈറിഫോം ഷേപ്പ് എന്ന് പറയുന്ന പിയർ ഷേപ്പാണ്. അതേപോലെ തന്നെ അതും 2 ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലാജല്ല അതിനും ഉണ്ട്. അതുപോലെ കോമൺ ഫോംസ് ഓഫ് ദീസ് ബ്രൗൺ ആൽഗെ ആർ എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനേരിയ, സർഗാസം ആൻഡ് ഫ്യൂക്കസ്. ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. എക്ടോകാർപ്പസ് സിമ്പിൾ ഫിലമെന്റസ് സ്ട്രക്ചർ, ഡിക്റ്റിയോട്ട, ലാമിനേരിയ ഈസ് പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ, സർഗാസം, ലാമിനേരിയ ദീസ് ആർ എഡിബിൾ, ആൻഡ് ഫ്യൂക്കസ് ഈസ് എ ഡിപ്ലോയിഡ് ടൈപ്പ് ഓഫ് ആൽഗയാണ് ഫ്യൂക്കസ് എന്ന് പറയുന്നത്. സാധാരണ ആൽഗെ ഹാപ്ലോയിഡ് ആണ്. ഞാനിത് ഈ 3 ക്ലാസ്സും പറഞ്ഞതിന് ശേഷം കുറച്ചും കൂടി നമുക്ക് ഈ ആൽഗേനെ പറ്റിയിട്ട് പറയാനുണ്ട്. എന്നാലേ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ആൽഗയുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ആൽഗയുടെ മേജർ സ്ട്രക്ചറും ഒക്കെ മനസ്സിലാവണമെങ്കിൽ അത്രയും പറയണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള 2 ഡയഗ്രാംസ് നോക്കാം. See here, this is the brown algae. First one, it is laminaria. ഇതിനെ നമ്മൾ ലാമിനേരിയ എന്ന് പറയുന്നത്. ഇത് ഫ്യൂക്കസ് ആണ്. അതേപോലെ തന്നെ ഇത് ഡിക്റ്റിയോട്ടയാണ് കേട്ടോ. ഈ 3 ഡയഗ്രാം കൊടുത്തിട്ട് ഇത് എന്തൊക്കെയാന്ന് ചോദിക്കാം. ദിസ് ഇസ് ലാമിനേരിയ, ദിസ് ഇസ് ഫ്യൂക്കസ് ആൻഡ് ദിസ് ഇസ് ഡിക്റ്റിയോട്ട. മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ ആ ഹോൾഡ് ഫാസ്റ്റും സ്റ്റൈപ്പും ഫ്രോണ്ടും ക്യാരക്ടർ കാണുന്ന ഫിയോഫൈസിയലാണ്. വലിയ വലിയ ആൽഗെ കാണുന്ന ഫിയോഫൈസിയലാണ്. മറൈൻ ആൽഗയാണ് ഇത്. അതിനകത്ത് സ്റ്റാർച്ച് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ ഫോമിലാണ്. ലാമിനാരിൻ അല്ലെങ്കിൽ മാനിറ്റോൾ ഫോമിലാണ്. ഇതിന്റെ കളർ പിഗ്മെന്റ് ക്ലോറോഫിൽ എയും സിയും സാന്തോഫിലുമാണ്. സാന്തോഫിൽ ഫ്യൂക്കോസാന്തിൻ ഫോമിലാണ് കാണുക. ഫ്യൂക്കോസാന്തിന്റെ കൂടുതലും കുറവും അനുസരിച്ച് വേരിയസ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ കളർ ഇത് കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. See here, Phaeophysae. The members of Phaeophysae or brown algae are found primarily in marine habitat. They show great variation in size and form. They range from simple branched filamentous form, ectocarpus, to profusely branched form as represented by kelp, which may reach a height of 100 meters. They possess chlorophyll A, C, carotenoid and xanthophyll pigment. They vary in color from olive green to various shades of brown depending upon the amount of xanthophyll pigment. Fucoxanthin present in them. Food is stored as complex carbohydrate which may be in the form of laminarin or mannitol. Vegetative cells have a cellulosic wall usually covered on the outside by a gelatinous coating of algin. The protoplast contain, in addition to plastid, a centrally located vacuole and nucleus. The plant body is usually attached to the substratum by a holdfast and has a stalk that is stipe and a leaf-like photosynthetic organ that is frond. Vegetative reproduction take place by fragmentation. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്ന ഫ്രാഗ്മെന്റേഷൻ വഴി നടക്കും കേട്ടോ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ മോസ്റ്റ് ബ്രൗൺ ആൽഗെ ഇസ് ബൈ ബൈഫ്ലാജലേറ്റ് സൂസ്പോഴ്സ് ദാറ്റ് ഈസ് പിയർ ഷേപ്ഡ് ആൻഡ് ഹാവ് എ 2 unequal laterally attached flagella. Sexual reproduction may be isogamous or anisogamous or oogamous type of sexual reproduction. Union of gametes may take place in water or within the oogonium in the oogamous species. Gametes are pyriform. Oogonium-ത്തിൽ ഫ്യൂസ് ചെയ്യുന്നതാണ് oogamous species കേട്ടോ. Gametes are pyriform or pear shaped and bear 2 laterally attached flagella. Common form are ectocarpus, dictyota, laminarium, sargassum and fucus are some of the examples. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത് റോഡോഫൈസിയ ആണ്. Next class of algae is Rhodophysae.
ഓക്കെ, താലോഫൈറ്റിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് റോഡോഫൈസി എന്ന് പറയുന്നത്. ഈ മെമ്പേഴ്സ് ഓഫ് റോഡോഫൈസിക്ക് നമ്മൾ റെഡ് ആൽഗെ എന്നാണ് പറയുന്നത്. ബിക്കോസ് ഓഫ് ദ പ്രിഡോമിനൻസ് ഓഫ് ദ റെഡ് പിഗ്മെന്റ്. അവർക്ക് റെഡ് പിഗ്മെന്റിന്റെ പ്രിഡോമിനൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ റെഡ് ആൽഗെ എന്നാണ് പറയാ. ആ റെഡ് പിഗ്മെന്റ് എന്ന് പറയുന്ന ആർ ഫൈക്കോ എറിത്രിൻ ആണ്. ആർ ഫൈക്കോ എറിത്രിൻ. ഈ മെജോറിറ്റി ഓഫ് റെഡ് ആൽഗെ മറൈൻ ആണ് കേട്ടോ. അത് സാധാരണ വാർമർ ഏരിയാസിലാണ് കൂടുതലായിട്ട് കാണുക. അത് വെൽ ലൈറ്റഡ് റീജിയൻസിലും അതുപോലെ തന്നെ അതായത് വാട്ടറിന്റെ സർഫസ് റീജിയനിലും, അതേപോലെ ഗ്രേറ്റ് ഡെപ്ത് ഓഫ് ഓഷ്യൻ, ലൈറ്റ് പെനട്രേറ്റ് ചെയ്യാൻ വളരെ വളരെ കുറച്ച് ലൈറ്റ് പെനട്രേറ്റ് ചെയ്യുന്ന റീജിയനിൽ, അല്ലെങ്കിൽ ലൈറ്റ് പെനട്രേഷൻ ഇല്ല എന്ന് തോന്നുന്ന തരത്തിൽ ഉള്ള റീജിയനിലേക്കും ഈ പറയുന്ന റെഡ് ആൽഗയ്ക്ക് വളരാൻ കഴിയും. ഓക്കെ, ഈ റെഡ് താലസ് ഓഫ് ദ മോസ്റ്റ് ഓഫ് റെഡ് ആൽഗെ അത് മൾട്ടി സെല്ലുലാർ ആണ്. നമ്മൾ യൂണിസെല്ലുലാർ അല്ലെങ്കിൽ ഫിലമെന്റസ് അങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ വേറെ റെഡ് ആൽഗെ പഠിക്കുന്നില്ല. മിക്കവാറും മൾട്ടി സെല്ലുലാർ എന്നൊരു സ്ട്രക്ചർ മാത്രമാണ് റെഡ് ആൽഗയിൽ കാണാറുള്ളൂ. അതിനൊരു കോംപ്ലക്സ് ബോഡി ഓർഗനൈസേഷൻ ഉണ്ട്. ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ഫോമിലാണ്. ഈ ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് അമൈലോപെക്റ്റിൻ അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ സ്ട്രക്ചറിനോടൊക്കെ സിമിലർ ആയിരിക്കും. അമൈലോപെക്റ്റിനും അതുപോലെ ഗ്ലൈക്കോജന്റെ സ്ട്രക്ചറിന് സിമിലർ ആയിട്ടുള്ള ഫ്ലോറീഡിയൻ സ്റ്റാർച്ചിലാണ് ഇതിന്റെ ഫുഡ് സ്റ്റോറേജ് വരുന്നത്. റെഡ് ആൽഗെ യൂഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ ആണ്. അസെക്ഷലി അത് നോൺ മോട്ടൈൽ സ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. കണ്ടോ, ബാക്കി രണ്ടും ക്ലോറോഫൈസിയം അതുപോലെ ഫിയോഫൈസിയം മോട്ടൈൽ സ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്, സൂസ്പോർസ് അല്ലെ. ഹിയർ ദേ പ്രൊഡ്യൂസ് നോൺ മോട്ടൈൽ സ്പോർസ്. സെക്ഷലി ദേ പ്രൊഡ്യൂസ് ദ ഗ്യാമീറ്റ്സ് വിച്ച് ആർ ഓൾസോ നോൺ മോട്ടൈൽ. സെക്ഷലി അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സും നോൺ മോട്ടൈൽ ആണ് കേട്ടോ. സെക്ഷൽ റീപ്രൊഡക്ഷനിലെ റോഡോഫൈസിയെ നോൺ മോട്ടൈൽ ഗ്യാമീറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ അവരുടെ ഊഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഊഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, അതിന്റെ കോമൺ മെമ്പേഴ്സ് എന്ന് പറയുന്ന പോളിസിഫോണിയ, പോർഫൈറ, ഗ്രാസിലേറിയ, ജലീഡിയം, ഇതൊക്കെയാണ് അതിന്റെ കോമൺ മെമ്പേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഇവരുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ നമ്മൾ സ്പെർമാറ്റാഞ്ചിയ എന്ന സെപ്പറേറ്റ് പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ കാർപ്പോഗോണിയ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ഓർഗാനിസത്തിൽ ഒരു പ്രത്യേകത നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ക്ലോറോഫൈസിയയ്ക്കും ഫിയോഫൈസിയയ്ക്കും മോട്ടൈൽ സ്റ്റേജിന്റെ ഇവർക്ക് നോൺ മോട്ടൈൽ സ്റ്റേജ് ആണ് ഉള്ളത്. ഇതിന്റെ ലൈഫ് സൈക്കിളിൽ എവിടെ നമുക്ക് മോട്ടൈൽ സ്റ്റേജ് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റോഡോഫൈസിയന് അസോസിയേറ്റ് ആയിട്ട് ഏതൊരു ഓർഗാനിസം പറഞ്ഞാലും അത് നോൺ മോട്ടൈൽ ഓർഗാനിസംസ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് പോളിസിഫോണിയ, പോർഫൈറ, ഗ്രാസിലേറിയ, ജലീഡിയം. ഇതിനകത്ത് ഗ്രാസിലേറിയയും ജലീഡിയോ അഗാർ സിന്തസൈസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. അപ്പൊ ഈ അഗാർ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ സോളിഡിഫൈങ് ഏജന്റ് ആയിട്ട് ബാക്ടീരിയയുടെ ഒക്കെ ന്യൂട്രിയൻ മീഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഐസ്ക്രീമിന്റെയും ജെല്ലീസിന്റെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അതിനെ യൂസ് ചെയ്യുന്ന ഗ്രാസിലേറിയം ജലീഡിയോ ആണ്. അതേപോലെ തന്നെ ഇതിന്റെ സെല്ലുലോസിന്റെ കവറിംഗിൽ ഒരു കരാജിൻ എന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഈ കരാജിൻ എന്ന് പറയുന്നത് ഹൈഡ്രോകൊളോയിഡൽ ആണ്. കരാജിൻ എന്താണ്? ഹൈഡ്രോകൊളോയിഡൽ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ, ആൽഗയുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കരാജിൻ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം റെഡ് ആൽഗെ എന്ന് പറഞ്ഞു. ആ കരാജിൻ ഹൈഡ്രോകൊളോയിഡൽ ആയിട്ടുള്ള കരാജിൻ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് ഫ്ലഷി പാർട്ടിക്കിൾസിന് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ പറയുന്ന റോഡോഫൈസിയുടെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ നോക്കണം. എല്ലാ ആൽഗയുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒരു ടേബിളിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. റോഡോഫൈസിയെ ദ മെമ്പേഴ്സ് ഓഫ് റോഡോഫൈസി ആർ കോമൺലി കോൾഡ് റെഡ് ആൽഗെ ബിക്കോസ് ഓഫ് ദ പ്രിഡോമിനൻസ് ഓഫ് റെഡ് pigment or phycoerythrin in their body. Majority of the red algae are marine with greater concentrations found in the warmer areas. They occur in both well-lighted regions close to the surface of water and also at great depth in oceans where relatively little light penetrate. The red thalli of most of the red algae are multicellular. Some of them have complex body organization. The food is stored as Floridian starch, which is very similar to amylopectin and glycogen in structure. The red algae usually reproduce vegetatively by fragmentation. They reproduce asexually by non-motile spores and sexually by non-motile gametes.
Sexual reproduction is oogamous and accompanied by complex post-fertilization developments. The common members are Polysiphonia, Porphyra, Gracilaria, Gelidium. ഈ ഗ്രേസിലേറിയം ജലീഡിയം ആണ് അഗാർ പ്രൊവൈഡ് ചെയ്യുന്നത്. പോളിസിഫോണിയ ഇതൊക്കെ എന്താണ് എഡിബിൾ ആൽഗയാണ് കേട്ടോ. സാധാരണ ഇത് മൾട്ടി സെല്ലുലാർ ഫോമിലേ കാണാറുള്ളൂ. ഇനി നമുക്ക് ആ ടേബിൾ ഒന്ന് നോക്കാം. See here, division of algae and their main characteristic features. Classes Chlorophyceae, common name is green algae. അതിന്റെ major pigment എന്ന് പറയുന്ന chlorophyll A and B ആണ്. Stored food is in the form of starch. അത് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സ്റ്റാർച്ച് ഫോമിലാണ്. സെൽ വോൾ സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന്റെ ഫ്ലാജെല്ല നമ്പർ ആൻഡ് പൊസിഷൻ ഓഫ് ഇൻസർഷൻസ്. ഇത് ഫ്ലാജെല്ല എവിടെയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നതെന്നും എത്ര ഫ്ലാജെല്ല ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളത് എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2 to 8 ഈക്വൽ എപ്പിക്കൽ ഫ്ലാജെല്ലാസ് ആണ്. അത് അതിന്റെ ടിപ്പില്, ബോഡിയുടെ ടിപ്പിലായിട്ട് 2 മുതൽ 8 വരെ ഈക്വൽ എപ്പിക്കൽ ഫ്ലാജെല്ലാസ് ആണ് കാണുക. ഹാബിറ്റാറ്റ് ഫ്രഷ് വാട്ടറിലും ബ്രാക്കിഷ് വാട്ടറിലും സാൾട്ട് വാട്ടറിലും ഒക്കെ കാണും. ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളം, അതായത് ഇപ്പൊ ഈ കായൽ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഫിയോഫൈസിയുടെ കോമൺ നെയിമാണ് ബ്രൗൺ ആൽഗെ. അതേപോലെ തന്നെ അതിന്റെ മേജർ പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ A, C ആൻഡ് ഫ്യൂക്കോസാന്തിൻ. ഫ്യൂക്കോസാന്തിൻ കൂടുതലും കുറവുള്ളതനുസരിച്ച് അത് ഒലിവ് ഗ്രീൻ ടു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വരെ കാണിക്കും. അതിന്റെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്ന മാനിറ്റോളും ലാമിനാരിനുമാണ്. ഇതിന്റെ സെൽവോൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസും ആൽജിനും കൊണ്ടാണ്. അതിന്റെ ഫ്ലാജെല്ലാർ നമ്പർ അതുപോലെ തന്നെ അതിന്റെ അറ്റാച്ച്മെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ 2 ഫ്ലാജെല്ലയാണ്. അൺഈക്വൽ ലാറ്ററൽ ഫ്ലാജെല്ലാസ് ആണ്. ഇതിന്റെ സൂസ്പോഴ്സ് വന്ന പിയർ ഷേപ്ഡ് ആണ്. ഗ്യാമീറ്റ്സും പിയർ ഷേപ്ഡ് ആണ്. ഓർത്തിരുന്നോളാം കേട്ടോ. ഹാബിറ്റാറ്റ് ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിൽ റെയർലി കാണുന്നതാണ്. ബ്രാക്കിഷ് വാട്ടറിലും സോൾട്ട് വാട്ടറിലുമാണ് മേജർലി ഇത് കാണുന്നത്. റോഡോഫൈസിയാണ് നെക്സ്റ്റ് ക്ലാസ്. അതിന്റെ കോമൺ നെയിം റെഡ് ആൽഗെ എന്നാണ്. മേജർ പിഗ്മെന്റ് വന്ന ക്ലോറോഫിൽ A, D ആൻഡ് ഫൈക്കോ എറിത്രീൻ. ഈ ഫൈക്കോ എറിത്രീനെ കൊണ്ടാണ് അത് റെഡ് കളറിൽ കാണുന്നത്. സ്റ്റോർഡ് ഫുഡ് ഈസ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ദാറ്റ് ഈസ് സിമിലർ ടു ദ അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ. അമൈലോപെക്റ്റിനും ഗ്ലൈക്കോജനും സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അതിന്റെ സെൽവോൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസും പെക്റ്റിനും അതുപോലെ തന്നെ പോളിസൾഫേറ്റ് എസ്റ്റർ. ഈ പോളിസൾഫേറ്റ് എസ്റ്റർ എന്ന് പറയുന്നത് കെരാജിൻ ആണ് കേട്ടോ. പോളിസൾഫേറ്റ് എസ്റ്റർ എന്നിവിടെ പറയുന്നത് കെരാജിൻ ആണ്. ഫ്ലാജെല്ലാർ നമ്പർ അല്ലെങ്കിൽ പൊസിഷൻ ഓർ ഇൻസർഷൻ അത് ആബ്സെന്റ് ആണ്. ഇവർക്ക് ഫ്ലാജെല്ല ഇല്ല, നോൺ മോട്ടൈൽ ആണ്. ഫ്രഷ് വാട്ടറിൽ കുറച്ച് എണ്ണൊക്കെ ഫ്രഷ് വാട്ടറിൽ കാണാറുണ്ട്. ബ്രാക്കിഷ് വാട്ടറിലും സോൾട്ട് വാട്ടറിലുമാണ് മോസ്റ്റ് ഓഫ് ദം വിൽ ബി പ്രസന്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത്രയാണുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചില്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പറയുമ്പോൾ അത് മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ. ആൽഗെ എന്ന് പറയുന്ന ഒരു ഹാപ്ലോയിഡ് താലസ് ആണ്. ആൽഗെ എന്താണ്? ആൽഗെ ഈസ് ഹാപ്ലോയിഡ് ഓർഗാനിസം. ആൽഗെ ഹാപ്ലോയിഡ് ഓർഗാനിസം ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മേജർ പ്ലാൻ ബോഡി എന്താണ്? ഗ്യാമീറ്റോഫൈറ്റ് ആണ്. മേജർ പ്ലാന്റ് ഗ്യാമീറ്റോഫൈറ്റ് ആണ്. അപ്പൊ ഇത് ഗ്യാമീറ്റ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കും? മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ് ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗ്യാമീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മൈറ്റോസിസ്. എന്താ ഗ്യാമീറ്റ് എന്ന് പറഞ്ഞാല്? സ്പെർമും ഓവവും, അതായത് മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും. നമുക്കറിയാം മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും സ്പെർമും ഓവവും ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം ഉള്ളതല്ലേ. അതായത് പകുതി സെറ്റ് ക്രോമസോം അല്ലേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഫാദറിന്റെ ബോഡിയിൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ ഉണ്ട്, മദറിന്റെ ബോഡിയിലും ഡിപ്ലോയിഡ് കണ്ടീഷൻ ഉണ്ട്. അവർ രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ് ഡിപ്ലോയിഡ് ആണെങ്കിൽ നമ്മൾ ടെട്രാപ്ലോയിഡ് ആയി പോവാം. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ? ഇല്ല. അവർ രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ് ഹാപ്ലോയിഡും ആണ്. ഈ രണ്ട് ഹാപ്ലോയിഡ് ഗ്യാമീറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഗ്യാമീറ്റ്സ് ഇവരുടെ കേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈറ്റോസിസ് വഴിയാണ്. കാരണം അവിടെ ഒരു സെറ്റ് ക്രോമസോം ഉള്ളൂ, ഒന്നുമില്ല റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈറ്റോസിസ് വഴിയും ഡിപ്ലോയിഡ് സൈഗോട്ടാണ്. ഇത് ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് ഡിപ്ലോയിഡ് സൈഗോട്ടാണ്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്താണ്? ഡിപ്ലോയിഡ്
സൈഗോട്ടാണ്. 2n സൈഗോട്ട്. ഒരു കാര്യം എപ്പോഴും ഓർത്തിരുന്നോളണം, ബയോളജിയിൽ ഗ്യാമീറ്റ് എപ്പോഴും ഹാപ്ലോയിഡും സൈഗോട്ട് എപ്പോഴും ഡിപ്ലോയിഡും ആയിരിക്കും. ജനറലി കേട്ടോ, ജനറലി ഗ്യാമീറ്റ് എപ്പോഴും ഹാപ്ലോയിഡും സൈഗോട്ട് ഡിപ്ലോയിഡും കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ ഈ സൈഗോട്ട് ഡിപ്ലോയിഡ് സൈഗോട്ട് ഡയറക്റ്റ് ആയിട്ട് ഡെവലപ്മെന്റ് നടന്ന ഡിപ്ലോയിഡ് ഓർഗാനിസം ഉണ്ടാവുള്ളൂ. ഇതിന്റെ മേജർ പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്യാമീറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ സൈഗോട്ട് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ അണ്ടർഗോ മിയോസിസ് ഓർ റിഡക്ഷൻ ഡിവിഷൻ. ഇത് പെട്ടെന്ന് മിയോസിസ് നടന്നിട്ട് ദ ഹാപ്ലോയിഡ് സ്പോർസ് വിൽ ബി പ്രൊഡ്യൂസ്. ഹാപ്ലോയിഡ് സ്പോർസ് 4 പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഓർഗാനിസത്തിൽ സൈഗോട്ടിക് മിയോസിസ് നടക്കുന്ന ഓർഗാനിസം ആണ് താലോഫൈറ്റ. സൈഗോട്ടിക് മിയോസിസ് നടത്തുന്ന ഓർഗാനിസം ആണ് താലോഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാപ്ലോയിഡ് ഓർഗാനിസം സൈഗോട്ടിക് മിയോസിസ് നടക്കുന്ന ഒരു ഓർഗാനിസം ആണ് താലോഫൈറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സൈഗോട്ട് റിഡക്ഷൻ ഡിവിഷനാണ് നടക്കുന്നത്, അവിടെ ഡെവലപ്മെന്റ് അല്ല നടക്കുന്നത് അല്ലെ. സൈഗോട്ട് ഡെവലപ്പ് ചെയ്താൽ സാധാരണ എന്തുണ്ടാവുന്ന നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചേക്കുന്നത്, എംബ്രിയോ ഉണ്ടാവുന്ന പഠിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ എംബ്രിയോ ഉണ്ടോ? ഇല്ല. അപ്പൊ എംബ്രിയോ ലെസ് പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? എംബ്രിയോ ഇല്ലാത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ആൽഗെ ആണ് കേട്ടോ. താലോഫൈറ്റ് ആണ് എംബ്രിയോ ലെസ് പ്ലാന്റ് എന്ന് പറയുന്നത്. എംബ്രിയോ ഇല്ലാത്ത പ്ലാന്റ് ആൽഗയാണ്. അപ്പൊ നോക്കിക്കേ, ഇവരുടെ മേജർ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്, ഗ്യാമീറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്. ഇവര് മൈറ്റോസിസ് വഴി 2 ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ 2 ഗ്യാമീറ്റ് ഫെർട്ടിലൈസേഷൻ വഴി ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുകയും ചെയ്യും. ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് മിയോസിസ് നടന്നിട്ട് 4 ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാക്കും. അപ്പൊ നോക്കിക്കേ, ഈ സൈഗോട്ട് അധിക സമയം എന്റെ ബോഡിയിൽ ഇരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ ഓർഗാനിസം എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഒരു ഹാപ്ലോയിഡ് സെല്ലാണ് അതിന്റെ ഉള്ളിൽ കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇത് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഓർത്തിരുന്നോളണം. അതായത് ഹാപ്ലോയിഡ് സ്റ്റേജ് ആണ് അതിന് പ്രോമിനന്റ് ആയിട്ടുള്ള. ഡിപ്ലോയിഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാപ്ലോയിഡ് സ്റ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് ഓർത്തിരുന്നോളണം. ഇത് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൽഗയിലെ അല്ലെങ്കിൽ താലോഫൈറ്റയുടെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ, ഇതിന്റെ ഇങ്ങനെയുള്ള ഈ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി റെഡ് ആൽഗയുടെ ഡയഗ്രാം ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. അയ്യോ, മറന്നുപോയി, ഒരു മിനിറ്റ്. See here, these are red algae. Red algae example, Porphyra and Polysiphonia. Porphyra and Polysiphonia. See here, Porphyra and this is Polysiphonia. ഓക്കെ, അതാണ് റെഡ് ആൽഗയ്ക്ക് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും ഓർത്തിരുന്നോളണം. ഇതിനകത്ത് ഏത് ഡയഗ്രാം വേണമെങ്കിലും തന്നിട്ട് ഇത് ഏതാണെന്നൊക്കെ ചോദിക്കാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റിനെ, പക്ഷെ നമ്മൾ നോക്കിപ്പോയില്ലെങ്കിൽ എഴുതാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് നെക്സ്റ്റ് ഡിവിഷൻ, ദാറ്റ് ഈസ് ബ്രയോഫൈറ്റ്. ദാറ്റ് വി വിൽ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അപ്പോൾ ഈ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത സെഷനിൽ നമുക്ക് ബ്രയോഫൈറ്റ് പഠിക്കാം. ഓക്കെ.